മനുഷ്യൻ്റെ സഹനങ്ങളിലേക്കും അവൻ്റെ രോഗാവസ്ഥയിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന യേശു, അവനെ തൊട്ട് സുഖപ്പെടുത്തുന്ന യേശു. അങ്ങനെ ഒരു ഈശോയെ ബൈബിളിൽ പലയിടങ്ങളിലും നാം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും നാം ഇന്ന് അറിയുന്നത് പലപ്പോഴും ഡോക്ടർമാരിലൂടെയാണ്. തൻ്റെ ആത്മസമർപ്പണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും 1000 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ പൂർത്തീകരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളായി ഭൂമിയിൽ നിലകൊള്ളുന്ന ഡോക്ടർ സച്ചിൻ ജോസഫിനെയും ഫാമിലിയുമാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, നമുക്ക് ശരിക്കും ഫ്രം ദ ബിഗിനിങ് തന്നെ തുടങ്ങാം. ഡോക്ടറിൻ്റെ ചൈൽഡ്ഹുഡും സ്കൂളിങ്ങും ഒക്കെ എങ്ങനെയായിരുന്നു? ഞാൻ വിചാരിക്കുമായിരുന്നു, പണ്ടൊക്കെ ഇങ്ങനെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചോദിക്കുമല്ലോ എന്താ അംബീഷൻ എന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഡോക്ടർ ആവണം, ടീച്ചർ ആവണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ അംബിഷൻ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഭയങ്കര ഒരു ഇന്നതാകണം എന്നുള്ളൊരു കൺസെപ്റ്റൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു 10th ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബയോളജിയോടൊക്കെ കുറച്ച് കൂടുതൽ താല്പര്യം തോന്നി. അപ്പം ഞാൻ ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു ചെറിയ തോന്നലേക്ക് വന്നു തുടങ്ങി. പാരൻസിൻ്റെ കാര്യം, ഫാമിലിയൊക്കെ ഇപ്പം എവിടെയാണ് അവർ? എൻ്റെ ഫാദർ മിസ്റ്റർ ജോസഫ് തോമസ്, മദർ അച്ചാമ്മ ജോസഫ്. ഫാദർ ഒരു എക്സ് സർവീസ് എയർഫോഴ്സിലായിരുന്നു. മദർ റിട്ടയർഡ് ടീച്ചർ. അവിടെ തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞ ഒരു ഗ്രാമം ചേർത്തലയിൽ, അവിടെ ഒരു SMSJ ഹൈസ്കൂൾ, പള്ളിയുടെ ഒരു സ്കൂളാണ്, എയ്ഡഡ് സ്കൂൾ. അപ്പോൾ അവിടുത്തെ ടീച്ചറായിരുന്നു. HM ആയിട്ട് റിട്ടയർ ചെയ്തു. ഞങ്ങൾ 2 കുട്ടികൾ. എൻ്റെ മൂത്തത് സ്മിത ചേച്ചി, പുള്ളിക്കാരി കോട്ടയത്ത് അതിരമ്പുഴ കല്യാണം കഴിച്ചിരിക്കുന്നു. അവിടെ BCM കോളേജിൽ പഠിപ്പിക്കുന്നു. അമ്മ ടീച്ചറാണ്, ചേച്ചി ടീച്ചറാണ്. ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹം തോന്നിയില്ല? എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആക്ച്വലി എൻ്റെ പ്രൊഫഷനിൽ ഞാനിപ്പോൾ ടീച്ചിങ്ങും ഉണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ കീഴിലെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോഴത്തെ അതെ. പിന്നെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സ്കൂളിംഗ് ഞാൻ LKG തൊട്ടിട്ട് +2 വരെ പബ്ലിക് സ്കൂൾ പട്ടണക്കാട്, ഒരു പ്രൈവറ്റ് സ്കൂളാണ്. ICSE സിലബസ് ആയിരുന്നു. ഒരു ഫാദർ വർഗീസ് ചാത്തപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ തുടങ്ങിയ സ്കൂളാണ്. പിന്നീട് അത് FC കോൺവെന്റിലെ സിസ്റ്റേഴ്സ് അത് ടേക്ക് ഓവർ ചെയ്തു. ഏത് സമയത്താണ് ശരിക്കും എനിക്ക് എന്തായാലും മെഡിസിൻ മതി അങ്ങനെ തോന്നിയത്? എനിക്ക് എൻ്റെ 11th and 12th ആ സമയത്ത് എനിക്ക് അങ്ങനെ മെഡിസിൻ മതി എന്നുള്ളൊരു തോന്നലുണ്ടായത്. ഡോക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നിയത് മേ ബി അയാൾ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് ഞാനൊരു 6th 7th സമയത്ത് എൻ്റെ ഗ്രാൻഡ് മദർ ഫ്രീക്വൻ്റായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കസിൻസൊക്കെ പകൽ സമയങ്ങളിൽ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അന്നത്തെ ഡോക്ടർ വിജയകുമാർ, പുള്ളി അവിടെ റൗണ്ട്സിന് വരുമ്പോൾ ഒരു മാഗ്നാനിമസ് ഫീലാണ്. നമുക്ക് പുള്ളി നമ്മളെല്ലാവരും, ബാക്കിയുള്ളവരെല്ലാവരും കൊടുക്കുന്ന റെസ്പെക്റ്റ്, പിന്നെ ഒരു ഹീലിംഗ് ടച്ച്, അപ്പോൾ നമുക്ക് പേഷ്യൻസിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, അപ്പോൾ നമ്മളുടെ ജോലിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ്, അതൊക്കെ കാണുമ്പോൾ അതെ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും അങ്ങനെ ഒരു പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ആവാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ആയിരിക്കാം പ്രോബബ്ലി എനിക്കൊരു ഡോക്ടർ ആവണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവുക. അതിനുശേഷം 10th കഴിഞ്ഞപ്പോൾ എൻട്രൻസ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തോ അതോ 11th 12th സമയം 11th 12th ആയപ്പോഴാണ് ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് 12th കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് ചാൻസിൽ എനിക്ക് മെഡിക്കൽ എൻട്രൻസിന് എനിക്ക് MBBS കിട്ടാനുള്ള റാങ്ക് ഉണ്ടായിരുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം എഞ്ചിനീയറിംഗിന് അത്യാവശ്യം നല്ല റാങ്കിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എഞ്ചിനീയറിംഗിന് പോകണം എന്നൊരു ഫോഴ്സ് എൻ്റെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള അനുഭവം കൊണ്ടിട്ടായിരിക്കാം, മേ ബി ഒരു ഏർലി സെറ്റിൽ ആവണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടിട്ടും കൂടി ആയിരിക്കാം അവർക്ക് എൻജിനീയറിങ്ങിന് പോയാൽ പോരെ എന്നുള്ളൊരു അഭിപ്രായം എന്നോട് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഐ വാസ് വെരി പാഷനേറ്റ്. എനിക്ക് മെഡിസിൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് മെഡിസിൻ കിട്ടിയാൽ നല്ലതല്ലേ എന്നുള്ളൊരു ആലോചന എനിക്ക് തോന്നി. ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ പാരൻസ് രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്തു അത്. നമ്മൾ ഇത്രയും നേരം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോറടിച്ചിരുന്ന 2 പേരുണ്ടല്ലേ? സാറിൻ്റെ മക്കളാണ് 2 പേര്. സോ ഹായ്, എന്തുണ്ട് വിശേഷം? സുഖാണോ? പേര് പറയോ? ഇവാൻ. ഐറിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇവാനോ? ഞാൻ 7th. ഏത് സ്കൂളിലാ? രാജഗിരി പബ്ലിക് സ്കൂൾ. ഓക്കെ.
പപ്പനെ വീട്ടിൽ കിട്ടാറുണ്ടോ? ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. ഓക്കെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു രണ്ടുപേരും? വെക്കേഷനൊക്കെ എന്താ ചെയ്തേ? ഞങ്ങള് ട്രിപ്പിനൊക്കെ പോയി. സാറിന് അതിനുള്ള ടൈമൊക്കെ കിട്ടുന്നുണ്ട്? നമ്മൾ മെഡിസിനിലേക്ക് പോകുമ്പോഴേ ശരിക്കും പല പല സന്ദർഭത്തിലും നമുക്കൊരു പ്രാർത്ഥനയുടെ ആവശ്യം, അല്ലെങ്കിൽ നമ്മളൊരു ദൈവത്തെ കാണുന്ന പോലെയോ നമുക്ക് ഹോപ്പ് ഉണ്ടാവുകയും ഹോപ്പ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു ഏർലി ലൈഫിൽ പ്രാർത്ഥനയുടെ ഒരു ബേസ് ഉണ്ടായിരുന്നോ? നമുക്ക് ഫാമിലിയിലാണെങ്കിലും എവിടെ പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ തിരിച്ച് വന്ന് ഞാൻ എൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അങ്ങനത്തെ ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ വളരെ കുറച്ച് തീവ്രമായി വിശ്വാസം ഉള്ളൊരു ലൈഫിൽ കൂടെ കടന്നു വന്നിട്ടുള്ള ആളാണ്. ഇൻഫാക്ട് എൻ്റെ ചില മതാധ്യാപകരൊക്കെ ഞാനൊരു പള്ളിയിൽ അച്ഛനാവുമോ എന്നുവരെ ചിന്തിച്ചിട്ടുണ്ട്. മേ ബി എൻ്റെ റിലേറ്റീവ്സും ചിലരൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടാവണം. രശ്മി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫേ കണ്ടിട്ടുള്ളൂ. അത് എൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫിൽ ഉള്ള ഒരു കാര്യമാണ്. അപ്പം എനിക്ക് ദൈവത്തിനെ അറിഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ട്. റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് എന്ന് വെച്ചാൽ ഇപ്പം ബേസിക്കലി എൻ്റെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ മനസ്സും കണ്ണുമൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പം അതിന് ഉത്തരം കിട്ടുന്നു. അപ്പം ഞാൻ ദൈവത്തിനെ അവിടെ കാണുവാണ്. ഇപ്പോൾ ഇപ്പോൾ ഒരു ഡോക്ടർ ആവുമെന്ന് വെച്ചാൽ പല പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു വരേണ്ട ഒരാളാണ്. ഡോക്ടർ ആകുക എന്ന് പറയുന്ന ഒരു കാര്യം. പല പരീക്ഷകളും ജീവിത സാഹചര്യങ്ങളുടെ പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ തപസ്സായിരുന്നു. ഒരു ഡോക്ടറായി കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് ലിറ്ററലി ലൈക്ക് ഒരു തപസ് പോലെയാണ്. ഹാർഡ് വർക്ക്, വളരെ ഫോക്കസ്ഡ് ഹാർഡ് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ പല സമയത്ത് ചില പരീക്ഷകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് വരില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നാച്ചുറലി നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻട്രൻസ് എഴുതി കിട്ടിയില്ല, എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എഞ്ചിനീയറിങ്ങിന് പോകുന്നു. അപ്പോൾ നാച്ചുറലി ഒരു നിരാശ ഉണ്ടാവും അവിടെ. അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ പിടിച്ചു കണ്ടിന്യൂ ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ വിശ്വാസം തന്നെയാണ്. എൻ്റെ പാരൻസിൻ്റെ വിശ്വാസം, അവരുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെന്നെ സപ്പോർട്ട് ചെയ്തു. ഞാനും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും എനിക്ക് അവിടെ നിന്ന് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇൻഫാക്ട് എൻ്റെ ജീവിതത്തിലെ മേജർ ഡിസിഷൻസിനൊക്കെ ഞാൻ എൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഏതെങ്കിലും പള്ളിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ്? ഒബ്വിയസ്ലി എൻ്റെ ഇടവകപ്പള്ളിയോട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അവിടെ സെന്റ് ആന്റണീസ് ചർച്ചാണ്, അന്തോണീസ് ഉണ്ണിയാളാണ്. അപ്പോൾ പല കാര്യങ്ങളും മേ ബി എൻ്റെ പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു ഇൻഫ്ലുവൻസും കൂടി ഉണ്ടാവും. പല കാര്യങ്ങളും വരുമ്പോൾ ഞാൻ അന്തോണീസ് ഉണ്ണിയാളിനെ ദൈവത്തിനെ ആലോചിക്കും, അന്തോണീസ് ഉണ്ണിയാളിനെ കൂടെ ആലോചിക്കും. അങ്ങനെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് അതാണ്, അബൌട്ട് മൈ സ്പിരിച്വൽ ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡെഫിനറ്റ്ലി. ഈവൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പ്രൊഫഷണലായാലും ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. അല്ല, പ്രൊഫഷണൽ ഉറപ്പായിട്ടും അല്ലേ. പല സന്ദർഭത്തിലും ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കൂ അല്ലേ, ശരിക്കും പ്രാർത്ഥിക്കണം എന്നാലേ റിവൈവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനൊക്കെ നമുക്കറിയാം. യെസ്, കമ്മിങ് ബാക്ക്, നിങ്ങളുടെ കല്യാണം എപ്പോഴായിരുന്നു? ഞങ്ങളുടെ കല്യാണം 2007. ഞാൻ ആക്ച്വലി MS സർജറി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ കഴിയുന്ന സമയത്താണ്. രശ്മി അതേ കോളേജിൽ തന്നെ പീഡിയാട്രിക്സ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ കണ്ടത് പ്രൊപ്പോസൽ വന്നു കഴിഞ്ഞിട്ടാണ്. കാരണം അതാ ഞാൻ പറഞ്ഞു, PG ലൈഫ് എന്ന് വെച്ചാൽ അങ്ങനെയാണ്, ഫുൾ വർക്കാണ്, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. ഇൻഫാക്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എൻ്റെ കല്യാണം കഴിക്കാൻ പോണത് എൻ്റെ ഡ്യൂട്ടി എടുത്തിട്ട് സാധനങ്ങളെല്ലാം അവിടെ മടക്കിയിട്ടിട്ട് വേഗം ഓടുകയാണ്. കല്യാണത്തിന് എൻഗേജ്മെന്റും അങ്ങനെ തന്നെയായിരുന്നു. ഡ്യൂട്ടി എടുക്കുന്നു, പോയി ചടങ്ങിന് പോയി സംബന്ധിക്കുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ എൻ്റെ കാര്യം. അങ്ങനെ തന്നെയായിരുന്നു. അത് ആ സമയം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയം. അപ്പം സെക്കൻഡ് ഇയേഴ്സ് നമ്മുടെ സെക്കൻഡ് ഇയേഴ്സ് ആയി, പക്ഷെ ഫസ്റ്റ് ഇയേഴ്സ് വന്നിട്ടില്ല. ഷോർട്ടേജുള്ള സമയമാണ്. അപ്പം നമ്മൾ ലീവും കുറവാണ്. ജസ്റ്റ് 1 വീക്കിലാണ് ഇത് രണ്ടും. മനസ്സമ്മതത്തിന്റെ തലേദിവസം തൊട്ട് ലീവ്, കല്യാണത്തിന്റെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം അങ്ങനെ. എനിക്ക് പക്ഷെ അങ്ങനെ ഒരു അറ്റസ്റ്റ് ലീവ് കിട്ടിയില്ല, കാരണം വർക്ക് ഉണ്ട് അവിടെ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വീണ്ടും പോയി വർക്ക് ചെയ്തിട്ടാണ് പിന്നെ പോയി മാരേജിനെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തത്. 8 days ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ മാരേജും എൻഗേജ്മെന്റും തമ്മിൽ. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും എങ്ങനെയായിരുന്നു, എങ്ങോട്ടാണ് ആദ്യം പോസ്റ്റിംഗ് ആയത്? ഡോക്ടറിന്റെ കേസിൽ എവിടെയാ ഫസ്റ്റ് പോസ്റ്റിംഗ് ആയത്? ഞാൻ സർജറി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നാള് സർജറിയിൽ തന്നെ വർക്ക് ചെയ്തിരുന്നു. ജനറൽ സർജറി തന്നെ വർക്ക് ചെയ്തിരുന്നു. ഒരു 6 to 8 months വർക്ക് ചെയ്തു. അപ്പോൾ ആ സമയത്ത് രശ്മി ഓൾസോ സ്റ്റാർട്ടഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർ പീഡിയാട്രിക്സ് അല്ലേ?
ഞാൻ മരിയനിലായിരുന്നു ആദ്യം, പാല മരിയനിൽ ഒരു 8 months 1 year എൻ്റെ അടുത്ത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സച്ചിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സിന് കയറി, കോട്ടയത്തേക്ക് കയറിയത്. അപ്പോൾ ഞാൻ കോൺട്രാക്റ്റിൽ മെഡിക്കൽ കോളേജ് ഡിപ്പാർട്ട്മെന്റ് കയറി. ഒരു അപ്പോഴും രണ്ടുപേരും പിന്നെയും 1 year കൂടുതൽ വർക്ക് ചെയ്തിരുന്നു അവിടെ. ഇപ്പം ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ MBBS കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടാണ് എൻ്റെ MS ജനറൽ സർജറി കിട്ടുന്നത്. പുള്ളിക്കാരി MBBS കഴിഞ്ഞു ഫസ്റ്റ് ചാൻസിൽ MD പീഡിയാട്രിക്സ് എന്ന് വെച്ചാൽ ആ എൻട്രൻസിന് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ടോപ്പ് 10 ഒരു റാങ്കിലുണ്ടായിരുന്ന ആളാണ്. എനിക്ക് അത്ര നല്ല റാങ്ക് അല്ലായിരുന്നു. പിന്നെ എനിക്ക് പീഡിയാട്രിക്സ് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, എന്നാലും കിട്ടില്ല, കാരണം എൻ്റെ റാങ്ക് വെച്ചിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് പറയുന്നത് ഷീ ഈസ് വെരി ബ്രില്യൻറ്റ്, ബട്ട് ഷീ ഹാസ് ഡൺ ലോട്ട് ഓഫ് സാക്രിഫൈസ് ഫോർ അവർ ഫാമിലി, ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പുള്ളിക്കാരിയുടെ കാലിബർ വെച്ചിട്ട് ഷീ ഷുഡ് ഹാവ് ഗോൺ ഹൈറ്റ്സ്, ഒത്തിരി മുകളിലേക്ക് പോകേണ്ടതാണ്. ബട്ട് ഹർ പ്രയോറിറ്റി വാസ് ഫാമിലി. എനിക്ക് പ്രൊഫഷനിലേക്ക് പോകണം എന്നുള്ളൊരിത് വന്നപ്പോൾ ഷീ സാക്രിഫൈസ്ഡ് എവറിത്തിങ് ഫോർ ദ സേക്ക് ഓഫ് ദ ഫാമിലി, പിള്ളേർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ഗവൺമെൻറ് സെക്ടറിൽ. ഷീ ഹാസ് ഡൺ ലോട്ട് ഓഫ് സാക്രിഫൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഇപ്പോഴും മാം കണ്ണൂരാണ് അല്ലേ? കുറച്ച് ഇപ്പം വീക്ക്ലി എങ്കിലും മാറിയാണ് നിൽക്കുന്നത് അല്ലേ? സോ ഹൗ ഇസ് ലൈഫ് ദെയർ? അവിടെയും ടാക്കിൾസ് ഉണ്ട് അല്ലേ, ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ സെയിം കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ കരച്ചിൽ കേൾക്കുന്നതൊക്കെ പിള്ളേരുടെ കരച്ചിലും കൂടെയാണ്. ഇപ്പം ഞാൻ കുഞ്ഞിനെ കൊണ്ട് പോയി ഒന്ന് വാക്സിനേഷൻ എടുക്കാൻ പോകുമ്പോഴേ എനിക്ക് കൊച്ചിനെ പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ള ശക്തി പോലും ഇല്ല, കാരണം ആ കരച്ചിൽ പോലും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ശരിക്കും ടഫല്ലേ? അത് നമുക്ക് തുടങ്ങുമ്പോൾ വെച്ചിട്ട് ടഫാണ്, പക്ഷെ നമ്മൾ പിന്നെ യൂസ് ടു ആവും അത്. പിന്നെ നമ്മുടെ മെഡിക്കൽ ഇത് ചിന്തിക്കുമ്പോൾ കുറച്ച് പാടാണ്. പിന്നെ നമ്മൾ രണ്ടും ഹാൻഡിൽ ചെയ്യണം, പേഷ്യന്റ് മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്. പീഡിയാട്രിക്സിൽ മിക്കവാറും ഇപ്പം ന്യൂലി പേരൻസ് ആയവരെ ഫസ്റ്റ് ടൈം പേരൻസ് ഒക്കെ ആവുമ്പോഴേ കുറച്ചും കൂടെ ടഫർ അല്ലേ കാര്യങ്ങളൊക്കെ? കുറച്ചുകൂടെ അപ്രിഹെൻസീവ് ആണ്. ഫസ്റ്റ് തന്നെ മെഡിക്കൽ ട്രസ്റ്റിലാണ് ജോയിൻ ചെയ്തത്, ഇപ്പോഴും മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഹൗ ഇസ് ലൈഫ് ഗോയിങ്? ലൈഫ് ഈസ് വെരി ഗുഡ്. ഐ മീൻ ആസ് എ ഡോക്ടർ ഐ ജസ്റ്റ് എൻജോയ് മൈ ലൈഫ് ദെയർ. എൻ്റെ ഒരു വർക്ക് ലൈഫ് ഈസ് ഐ എൻജോയ് ദെയർ. ഒത്തിരി ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. എൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് മറ്റുള്ളവർക്ക് നല്ലത് ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് അവിടെ കിട്ടുന്നുണ്ട്. എത്ര വർഷമായി ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ? ഇപ്പോൾ 10th year ആണ് ഞാൻ. 2014 നവംബറിലാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്യുമ്പോൾ ജൂനിയർ ആയിട്ടായിരുന്നോ? ഞാനൊരു അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ബിക്കോസ് ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഒരു യൂറോളജി ഡോക്ടർ ഉണ്ടായിരുന്നു. സോ ഐ ജോയിൻഡ് അലോങ് വിത്ത് ഹിം. ഒരു 8 months 9 months കഴിഞ്ഞപ്പം മാനേജ്മെൻറ്റ് ആസ്ക് മീ ടു റൺ ദ സെപ്പറേറ്റ് യൂണിറ്റ്, വേറൊരു യൂണിറ്റ് ആയിട്ട് റൺ ചെയ്യാൻ പറഞ്ഞു. സോ ഐ ജസ്റ്റ് ടുക്ക് ദ ചാലഞ്ച്. എൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ ഞാൻ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റ് ആവണ ഒരു ഫസ്റ്റ് കേസ്, അത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കേസായിരുന്നു. മെഡിക്കൽ ട്രസ്റ്റിൽ അതിനു മുമ്പ് അത് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത സിറ്റുവേഷൻസാണ്. നമ്മൾ അങ്ങനത്തെ ഒരു ചലഞ്ചിങ് കേസൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ദൈവമേ എല്ലാം നന്നായിട്ട് വരണേ എന്നൊക്കെ മനസ്സുരുക്കി നമ്മൾ ഓരോ സെക്കൻഡും എടുക്കുന്ന ഡിസിഷൻസ് കറക്റ്റ് ആവണല്ലോ അല്ലേ? ഓരോന്നും ചെയ്യുമ്പോൾ അതെ, അതൊരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ആ അമ്മ ഇപ്പോഴും എൻ്റെ ഫോളോ അപ്പിലുണ്ട്. ഇൻഫാക്ട് ഇങ്ങനെ അതൊരു ട്രാൻസ്പ്ലാന്റേഷൻ സർജറി അല്ല, ക്യാൻസർ സർജറി കഴിഞ്ഞിട്ടുള്ളൊരു സർജറി ആയിരുന്നു. ഓക്കെ, മീൻ ക്യാൻസർ സർവൈവർ ആണ്. ഷീസ് എ ക്യാൻസർ സർവൈവർ. ഓക്കെ, അന്ന് തിയേറ്ററിൽ കയറിയപ്പോൾ ഉള്ള സെയിം ഫീലിംഗ് ആണോ ഇപ്പം? അല്ല, അന്ന് ഇപ്പം നമ്മൾ കുറേ കൂടെ എക്സ്പീരിയൻസസ് ആയി, അപ്പം നമ്മളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ മാറി. പക്ഷെ എന്നാലും പേഷ്യൻറ്റിനോടുള്ള സമീപനത്തിൽ ഒരു വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക. ഞാൻ പ്രാർത്ഥിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവമേ എനിക്ക് എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ അങ്ങേ കാണാനും അവർക്ക് എന്നിൽ അങ്ങേ കാണാനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണേ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങാറുള്ളൂ. പലപ്പോഴും എനിക്കത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ പേഷ്യൻസിൻ്റെ അടുത്തു നിന്നായാലും സഹപ്രവർത്തകരുടെ അടുത്തു നിന്നായാലും എല്ലാവരുടെ അടുത്തു നിന്നും. നമ്മളിന്നിവിടെ ഇരിക്കാൻ കാരണം തന്നെ ഡോക്ടർ 1000 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ഈ 1000 എന്ന് പറയുന്ന ഒരു ബിഗ് നമ്പറാണ്. ഇന്ന് ഞാൻ പറയുമ്പോൾ വളരെ ഈസി ആയിട്ട് പറയുന്നൊരു കാര്യം,
എത്ര ദിവസം അല്ലെങ്കിൽ എത്ര വർഷത്തെ ഒരു പ്രയത്നമാണത്? ബേസിക്കലി ഞാൻ തുടങ്ങിയ സമയത്ത് ട്രാൻസ്പ്ലാന്റ് തുടങ്ങിയ സമയത്ത് ഒരു ദിവസം 2 ട്രാൻസ്പ്ലാന്റുകളൊക്കെ ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ രാവിലെ ഒരു 8:30 ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്താൽ അത് കഴിയണത് 10:30 രാത്രിയിൽ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ടൈം ആയിരിക്കും. മീൻസ് ഇൻ ബിറ്റ്വീൻ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ബ്രേക്ക് ഒക്കെ വരും. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് നമ്മൾ ഫുള്ളി അതിനകത്താണ്, ട്രാൻസ്പ്ലാന്റ് ഇതിനകത്താണ്. ഇപ്പോൾ അത് ഓവർ ടൈം അതൊക്കെ വ്യത്യാസം വന്നു, കുറേ കൂടെ സ്ട്രീം ലൈൻഡ് ആയി. ഇപ്പോൾ ഒരു ഓൺ ആൻ ആവറേജ് ഒരു രാവിലെ 8:30 തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് കേസ് കഴിയും. അങ്ങനെ സോ ഒരു 6 o'clock 7 ഒക്കെ ആകുമ്പോൾ സെക്കൻഡ് കേസും കഴിയും. അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഞാനൊരു 5 hours ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസ്പ്ലാന്റിന് 1000 ട്രാൻസ്പ്ലാന്റ് കഴിയുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻറ്റു 5 മൾട്ടിപ്ലൈഡ് ബൈ 5. അത് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് നമ്പേഴ്സാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം ജോയിൻ ചെയ്യുമ്പോൾ വേറൊരു ഡോക്ടറുടെ കൂടെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത്. ആ സമയത്തും ഒത്തിരി ട്രാൻസ്പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഐ വാസ് ദെയർ. അപ്പം അത്രയും സമയം ഞാൻ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണ്. ഓരോ ട്രാൻസ്പ്ലാന്റും ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും ഒരു ജീവൻ കൊടുക്കുന്ന പോലെ അല്ലേ? ശരിക്കും ഈശോ തൊട്ട് സുഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നൊരു എഫക്റ്റാണ് ആർക്കാണോ ആ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് അയാൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും അവരുടെയൊക്കെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഒക്കെ ഫാമിലിക്ക് ഡെഫിനറ്റ്ലി ഞാനത് എക്സ്പീരിയൻസ് ചെയ്യണം. അവരുടെ പ്രാർത്ഥനയുടെ ഫ്രൂട്ട്സ് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം ത്രൂ മൈ ഫാമിലി, എൻ്റെ വൈഫിൻ്റെ, എൻ്റെ കുട്ടികളുടെയും കാര്യത്തിൽ. നമ്മൾ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് പറയുന്നത്. എനിക്ക് ചെയ്യാൻ പരിമിതികളുണ്ട് എൻ്റെ വർക്ക് ഷെഡ്യൂൾ വെച്ചിട്ട്. പക്ഷെ പല കാര്യങ്ങളും വളരെ നന്നായിട്ട് എൻ്റെ ഫാമിലിയിൽ നടക്കുന്നുണ്ട്. അത് അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടിട്ടായിരിക്കണം. ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ്, ഇൻഡിപെൻഡൻറ്റ് ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹൗ വാസ് ഇറ്റ്? എങ്ങനെയാണ് അത് സംഭവിച്ചത്? ആക്ച്വലി ഇറ്റ് വാസ് എ ബൈ ചാൻസ് എനിക്ക് അത് ചെയ്യേണ്ടി വന്നത്. അതൊരു കഡാവർ ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു. കഡാവർ ട്രാൻസ്പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് 2 രീതിയിലുണ്ട്. ജീവിക്കുന്ന ഒരാൾ ഒരു വൃക്ക ദാനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. രണ്ടാമത്തത് ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ആൾക്കാർ, അതാണ് കഡാവർ എന്ന് പറയുന്നത്. അപ്പം അവരുടെ ബൈ സ്റ്റാൻഡേഴ്സ് അത് വില്ലിങ് ആവും, ഡൊണേറ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ, മാച്ച് ചെയ്യുന്ന ആൾ രോഗി ഉണ്ടെങ്കിൽ അവർക്ക് ആ വൃക്ക ദാനം ചെയ്തു. അപ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ആ വൃക്ക മാറ്റി നമ്മൾ ഈ രോഗിയുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിക്കുക. അതാണ് കഡാവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഡാവർ ട്രാൻസ്പ്ലാന്റ് അന്നത്തെ ട്രാൻസ്പ്ലാന്റ് വാസ് എ സൺഡേ. അപ്പോൾ അതുവരെ എൻ്റെ വാസ്കുലർ സർജൻ ആയിരുന്നു ഈ പറഞ്ഞ അനാസ്റ്റമോസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഡേ ഹി വാസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഹി വാസ് ഇൻ ബാംഗ്ലൂർ സംവെയർ. ആൻഡ് നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സ് അവരുടെ എന്നിലുള്ള വിശ്വാസം കൊണ്ടിട്ടായിരിക്കണം they give me the chance. അപ്പോൾ ആ പേഷ്യൻ്റ് ഓൾറെഡി മെഡിക്കൽ ട്രസ്റ്റിൽ ആയിരുന്നു. മെഡിക്കൽ ട്രസ്റ്റിൽ ഡയാലിസിസും ഫോളോ അപ്പിലും ഉള്ള പേഷ്യൻസ് ആണ്. ഇപ്പോൾ കഡാവർ ട്രാൻസ്പ്ലാന്റ് വെച്ചാൽ അതിനൊരു രജിസ്ട്രി ഉണ്ട്. അപ്പോൾ ഒരു കഡാവർ വരുന്നു നമുക്ക് അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ അതിന് വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട് ആ രജിസ്ട്രിയിൽ. ആ ലിസ്റ്റിലുള്ള പ്രയോറിറ്റി ഉള്ള ആൾക്കാരെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് അവർ ഇൻഫോം ചെയ്യും. ഹൂവർ ഈസ് വില്ലിംഗ് ആൻഡ് ഫിറ്റ് അവരെ നമ്മൾ ഫസ്റ്റ് വരുന്ന ലിസ്റ്റിലുള്ള ആരാണോ അവരെ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പോൾ ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. ഇറ്റ് വെന്റ് ഫൈൻ. അന്ന് കയറുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു? നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിനെ വിളിച്ചിട്ട് തന്നെയാണ് കയറണേ. എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്യണത്. പിന്നെ നടക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. നമ്മൾ ആ കാര്യം നന്നായിട്ട് വരണം എന്ന് ആലോചിച്ചിട്ടാണ് പോണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് നോക്കുമ്പോൾ നമുക്ക് ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നാറില്ല. വി ആർ ഫുള്ളി ഇൻ ടു ഇറ്റ്, ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് കം ഔട്ട്. ആൻഡ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് എപ്പോഴും ഒരു പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അങ്ങനെ പോണ ഒരാളാണ് ഞാൻ. പ്ലാൻ എ വർക്ക് ചെയ്തില്ലെങ്കിൽ പ്ലാൻ ബി വർക്ക് ചെയ്തില്ലെങ്കിൽ പ്ലാൻ സി. അങ്ങനെ അത് എൻ്റെ ഫാദർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു കാര്യമാണ്. പുള്ളി മിലിറ്ററിയിലായിരുന്നുകൊണ്ട് ഫാദർ മിലിറ്ററിയിലായിരുന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് ഞാൻ പല കാര്യങ്ങളും അപ്രോച്ച് ചെയ്തിരുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. ആൻഡ് ഇറ്റ് വർക്ക്ഡ്. ഓക്കെ. ഇപ്പം നമുക്ക് ചില കേസസിൽ ഓൾമോസ്റ്റ് 90% കേസസിലും ആൾക്കാർ സർവൈവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് തന്നെ വരുമായിരിക്കും. പക്ഷേ
നമുക്കുണ്ടല്ലോ, നിങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഡെഫിനറ്റ്ലി. ഇപ്പം ഒരു സർജറിയാണ്, സർജറിയുടെ അകത്ത് കോംപ്ലിക്കേഷൻസ് വരാം. എനിക്ക് 2-3 തവണകൾക്ക് കോംപ്ലിക്കേഷൻസ് ലൈക്ക് കോംപ്ലിക്കേഷൻസ് നമ്മൾ വിചാരിക്കാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നു, തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. ആൻഡ് രണ്ടാമത് പോയി ഓപ്പറേറ്റ് ചെയ്യുന്നു, റീ ഓപ്പറേഷൻ, അതിൻ്റെ കറക്റ്റ്. ഇപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ആ ഒരു റീ ഓപ്പറേഷനിൽ നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു ആൻഡ് കറക്റ്റിംഗ് ഇറ്റ് ആൻഡ് വി ആർ സേവിങ്. ചില സിറ്റുവേഷൻസിൽ there were situations where bleeding with infection happened and I have lost patients. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആ സിറ്റുവേഷൻസ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു യങ് ബോയ്, ഒരു പാരൻസ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്, അവരുടെ ഒറ്റ മോനാണ്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി. ആൻഡ് ഞാനൊരു 1000 ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൽ മേ ബി ഒരു 2 എണ്ണമായിരിക്കും അങ്ങനെ കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടിട്ട്. കഴിഞ്ഞിട്ട് ഇൻഫെക്ഷനായി അത് റിമൂവ് ചെയ്തു, കിഡ്നി റിമൂവ് ചെയ്തു. ഇമ്മീഡിയറ്റ്ലി നമ്മളത് റിമൂവ് ചെയ്യേണ്ടി, ആ ഡിസ്ചാർജിന് മുമ്പ് തന്നെ റിമൂവ് ചെയ്യേണ്ടി വന്നു. പക്ഷേ അതിനുശേഷവും ആ കുട്ടിക്ക് ഇൻഫെക്ഷൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വന്നു. ആൻഡ് നമുക്ക് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം. അത് ഒരു ടൊറൻഷ്യൽ ബ്ലീഡായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇൻഫാക്ട് ആ ബ്ലീഡിങ് ഉണ്ടാവുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു എൻഡോസ്കോപ്പിക്ക് വേണ്ടി വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ എൻഡോസ്കോപ്പിക്ക് വേണ്ടി ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സമയം എൻഡോസ്കോപ്പി പ്ലാൻ ചെയ്യുന്ന ദിവസമാണ്. ഹി വാസ് ആബ്സല്യൂട്ട്ലി ഫൈൻ, കുഴപ്പമില്ല. എനിക്കന്ന് ട്രാൻസ്പ്ലാന്റ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഒരു ഡോണറും റെസിപ്പിയൻറ്റും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കോൾ വന്നു, താഴെ ഒരു ICU നിന്ന്, ലൈക്ക് ഈ പേഷ്യൻ്റ് ക്രാഷായി, അവിടെ ICUലാണ് എന്ന് പറയും, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞാൽ എൻ്റെ നെഫ്രോളജിസ്റ്റ് എന്നെ വിളിക്കുന്നു. ഞാനവിടെ ചെല്ലുമ്പം നമുക്കൊരു ട്യൂബുണ്ട്, ട്യൂബിനകത്തൊരു ബ്ലഡ് വരുവാണ്, ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അതെല്ലാം അവിടെ ഹോൾഡ് ചെയ്ത് ഫ്രീസ് ചെയ്തു. സർജറീസൊക്കെ 2 ഡോണർ റെസിപ്പിയൻ്റ് 2ഉം നടക്കുന്ന സമയമാണ്. ഫ്രീസ് ചെയ്തിട്ട് ഇവിടെ വന്നു. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ കൊണ്ടുപോയി നമ്മൾ ഓപ്പൺ ചെയ്തെല്ലാം ശരിയായി. പക്ഷേ ആ ഒരു BP ഫോൾ വന്ന സമയത്ത് ബ്രെയിനിലൊരു ഹൈപ്പോക്സി ഉണ്ടായി. പ്രോബബ്ലി അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സീക്വലി ആയിരിക്കാം, ഒരു ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി. ആൻഡ് ഹി ഡിഡ്ന്റ് സർവൈവ്. പക്ഷേ ഇതിനകത്തൊക്കെ ആണെങ്കിലും ഇന്നത്തെ കാലമല്ലേ, ഇങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമ്മളെ വിശ്വസിക്കാതിരിക്കാം, അലിഗേഷൻസ് ഒക്കെ വരാം. ബട്ട് ദൈവകൃപയായിരിക്കാം, അവരുടെ പാരൻസിന് മനസ്സിലായി, സിറ്റുവേഷൻസ് മനസ്സിലായി. ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അവർക്കും അത് കുറച്ചും കൂടെ കൺവിൻസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ കൂടെയും ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുണ്ട്, നല്ല കാര്യത്തിലും അതുപോലെ തന്നെ ചീത്ത കാര്യത്തിലും. ചീത്ത സിറ്റുവേഷൻസിലും മോശം സിറ്റുവേഷൻസിലും ഞാൻ ദൈവത്തിൻ്റെ കൃപ കണ്ടിട്ടുണ്ട്. ലുക്കിംഗ് ബാക്ക്, ഇപ്പോൾ ഒരു 1000 ട്രാൻസ്പ്ലാന്റ് നടന്നിട്ടുണ്ട്. ഇത് 1000 ആയത് ഡോക്ടറുടെ അറിവിലുണ്ടായിരുന്നോ? ഞാൻ ഇത്ര എണ്ണമൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഒരു നമ്പർ ടാർഗറ്റ് ചെയ്തിട്ട് ചേസ് ചെയ്തുകൊണ്ട് പോയിട്ടില്ല. ഞാൻ ബേസിക്കലി എൻ്റെ ജോലി നന്നായിട്ട്, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്യണം, എൻ്റെ പേഷ്യൻസിന് നല്ലത് വരണം എന്ന് ആഗ്രഹിച്ചിട്ട് മുമ്പോട്ട് പോയിട്ടുള്ളതേ ഉള്ളൂ. ഒരിക്കലും ഞാനൊരു നമ്പർ ചേസ് ചെയ്യണം, ഇന്ന ടാർഗറ്റിൽ എത്തണം ഒന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് ഞങ്ങളുടെ കോർഡിനേറ്റർ, ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ, ദേ വിൽ ബി ട്രാക്കിംഗ് ഈ നമ്പേഴ്സൊക്കെ. അപ്പോൾ ഒരു നിയർലി ഒരു 990s ഒക്കെ കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് എ ക്ലൂ ഇത് ആകും എന്നുള്ളത്. ബട്ട് ആക്ച്വലി ആ സമയത്ത് തന്നെ ഞാൻ 1000 കഴിഞ്ഞിരുന്നു. എൻ്റെ കെഡാവർ നമ്പേഴ്സും കൂടെ കൂട്ടുമ്പോൾ 1000 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഇപ്പൊ ആക്ച്വലി കെഡാവർ ഒരു വളരെ കുറച്ച്, നമ്മളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം വെച്ചാൽ കെഡാവർ പ്രോഗ്രാം അത്ര നന്നായിട്ടല്ല നടക്കുന്നത്. പലർക്കും ആപ്രിഹെൻഷൻസ് ആണ്. എന്താണ് ഇത്രയും വർഷത്തെ അല്ലെങ്കിൽ ഇത്രയും ട്രാൻസ്പ്ലാന്റ് സർജറിയിൽ നിന്ന് ഡോക്ടറിന് ലഭിച്ചിട്ടുള്ള ഒരു വലിയ ഗുണമോ ദോഷമോ എന്ത് വേണമെങ്കിലും ആവാം, ഒരു മെമ്മറിയോ? ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വെച്ചാൽ ഇതൊരു നശ്വരമായ ഒരു കാര്യമാണ് ലൈഫ് എന്ന് പറയുന്നത്. ദിസ് ലൈഫ് ഈസ് ഷോർട്ട്. നമുക്ക് എന്ത് വേണേ എപ്പോൾ വേണേൽ സംഭവിക്കാം. വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഒന്നുമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. നമുക്ക് എന്ത് വേണേൽ സംഭവിക്കാം. എല്ലാം ദൈവം തീരുമാനിക്കണ പോലെ ആയിരിക്കും പോവുക. അപ്പോൾ നന്നായിട്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് നല്ല മെമ്മറീസ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഇത്രയുള്ള ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല ആൾക്കാരെയും വി മീറ്റ് കം അക്രോസ് ലോട്ട് ഓഫ് പീപ്പിൾ അല്ലേ. അപ്പോൾ ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല.
അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മേ ബി ദാറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ് ഓവർ ദീസ് അതായിരുന്നു എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം. പിന്നെ ഈ ഡിഫിക്കൽട്ട് സർജറീസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് പലപ്പോഴും ഞാൻ ദൈവത്തിലാണ് ആശ്രയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള സർജറീസൊക്കെയാണ് ഞാൻ രശ്മിയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ പാരൻസിനോട് ഞാൻ പറയും. എല്ലാ ദിവസവും രാത്രിയിൽ അവരെ ഞാൻ വിളിക്കാറുണ്ട്. അപ്പം അടുത്ത ദിവസം ഡിഫിക്കൽട്ട് സർജറീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാരൻസിനോട് പറയും പ്രാർത്ഥിക്കണമെന്ന് പറയും. ഇപ്പോൾ പണ്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പാരൻസിനോട് പറയും പ്രാർത്ഥിക്കണമെന്ന് പറയും. എന്നിട്ടാണ് വീട്ടിൽ നിന്ന് പോണേ. വൈകിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന ഒരു കുഴപ്പം നല്ലതായിരുന്നു എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ വിളിക്കുമ്പോൾ അവർ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നടാ ആ സർജറി, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കും. നന്നായിട്ട് പോയെന്ന് പറയും. അപ്പോൾ ദേ വിൽ ഓൾസോ ബി ഹാപ്പി. അല്ല, ഞാൻ ആ പ്രാർത്ഥനയുടെ ഒരു ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞതാണ് എൻ്റെ ലൈഫിലുള്ള. ഇപ്പം നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യില, എനിക്ക് ചെയ്യാനുള്ള എല്ലാം ഞാൻ ചെയ്തു. സോ ഇറ്റ്സ് ലൈക്ക് മെഡിക്കൽ സയൻസും സ്പിരിച്വാലിറ്റി എന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ റിലീജിയസ് ആസ്പെക്ട്സെന്നോ പ്രാർത്ഥനയെന്നോ എന്തെന്ന് വേണമെങ്കിലും നമുക്ക് അതിനെ വിളിക്കാം. അത് രണ്ടും പിന്നെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്ന പോലെയാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. വിശ്വാസം ഇല്ലാത്ത പലർക്കും ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ വിശ്വാസം വന്നതുപോലും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഡോക്ടർ കണ്ടിട്ടുണ്ടോ? ഒരു സിറ്റുവേഷൻ അല്ല, പല സിറ്റുവേഷൻസിലൂടെയും ഞാൻ പോയിട്ടുണ്ട്. ഇൻഫാക്ട് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവൻ ചോദിച്ചിട്ടുണ്ട് ദൈവം എവിടെയാണ് ഉള്ളതെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറുപ്പത്തിലെ ദൈവത്തിനെ കണ്ടിട്ട് എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞുകൊണ്ട് എനിക്കധികം പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പല സിറ്റുവേഷൻസിലും ദൈവം ഉണ്ട് എന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഉണ്ടാവും. പലപ്പോഴും പല ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴും അവിടെ നിന്ന് പ്രോഗ്രസ് ചെയ്ത് റിക്കവർ ചെയ്ത് വരണ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളുടെ കഴിവല്ല, അത് ദൈവത്തിൻ്റെ ഹീലിംഗ് ടച്ചാണ്. നമ്മൾ ആലോചിച്ച് കുറേ ഡിസിഷൻസ് എടുക്കുന്നു ആൻഡ് പലപ്പോഴും ആ ഡിസിഷൻസ് അവിടെ വർക്ക് ചെയ്യുന്നു. ഡോക്ടർ അങ്ങനെ മിറക്കിൾസിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഡെഫിനറ്റ്ലി. ഇപ്പം ഹെൽത്ത് കെയറിൽ മിറക്കിൾസ് ഉണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റ്സിൻ്റെ കഥ പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ, നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകൾ തമ്മിൽ യോജിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആളുടെ രക്തക്കുഴലിൽ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വന്ന് വളരെ കട്ടി പിടിച്ചിരിക്കുന്നതാണ്, നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽഡ് അസസ്മെൻറ്റിൽ ഭയങ്കര ഹാർഡ്നെസ് ഇല്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് നമ്മൾ വാസ്കുലർ സർജൻ വേറെ ഹോസ്പിറ്റലിൽ ഒരു വാസ്കുലർ സർജൻ്റെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനൊക്കെ എടുത്തു ആൻഡ് വി ഡിസൈഡഡ് ടു ഗോ അഹെഡ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അത് തയ്ച്ചു വെക്കാൻ പറ്റണില്ല. സോ ഡിഫിക്കൾട്ട്. എല്ലാം ഇങ്ങനെ പൊട്ടി പോവാണ്. അപ്പം ഹി വിൽ ബ്ലീഡ് ടു ഡെത്ത്, അതാണ് ഉണ്ടാവാൻ പോണത്. അപ്പം ബട്ട് ദെൻ ദൈവം എനിക്ക് വേറൊരു വഴി തുറന്നു തന്നു ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ആൻഡ് ഹീ ഈസ് അലൈവ്, ഹീ ഈസ് ഡൂയിങ് വെരി വെൽ. ഒരു കുഴപ്പമില്ല. അതാണ് ഇതൊക്കെയെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് അതിനകത്ത് നിന്നൊക്കെ പറയണേ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുവാണ് അവിടെ ഒത്തിരി. ഇപ്പം മെഡിക്കൽ പ്രൊഫഷനിൽ ഐ ഷുഡ് സേ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണ ഒരു പ്രൊഫഷനാണത്. ഒത്തിരി സിറ്റുവേഷൻസ് പലരും ഇങ്ങനെ ദൈവമുണ്ട് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിലാണ് ഡോക്ടർ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കാണുന്നത്. അതിനെ അത്ഭുതം എന്ന് തന്നെ പേരിട്ട് വിളിക്കണം അല്ലേ. ഇപ്പം പലപ്പോഴും മരിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഡെത്താവാൻ പോകുന്നവർ റിവൈവ് ചെയ്ത് വരുന്നു. അത് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഒരു കഴിവ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിനകത്ത് വെച്ചാൽ താൻ പാതി ദൈവം പാതി. ഞാൻ എൻ്റെ കാരണവന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, ബാക്കി ദൈവത്തിൻ്റെ സൈഡിൽ നിന്നും കൂടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തു, ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു, ഏറ്റവും ഹൈ എൻഡ് ആൻറ്റിബയോട്ടിക് വരെ കൊടുക്കുന്നു, റെസ്പോണ്ട് ചെയ്യണില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിലായിരിക്കും പെട്ടെന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരിക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേറെ ചില കാര്യങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ പോകുന്നു. അതൊക്കെ ദൈവം നമ്മളെ തോന്നിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ. അതിനകത്തൊക്കെ ഡോക്ടർ പറഞ്ഞത് ദൈവത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെയാണ്. അപ്പോൾ മെഡിക്കൽ സയൻസും നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഹാൻഡ് ഇൻ ഹാൻഡാണ്. സോ നമ്മുടെ പ്രേക്ഷകരോട്
ആസ് എ എന്താ പറയുന്ന ഒരു ഉപദേശം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്കൊരു നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ ദൈവവിശ്വാസം വളരെ അനിവാര്യമാണ്. നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ലൈഫിൽ. പലപ്പോഴും ഡൗൺസിൽ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ദൈവവിശ്വാസമാണ്. ആക്ച്വലി അതാണ് ഫാക്റ്റ്. ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ ദൈവം ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മളിലൂടെ അത് നടത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദൈവവിശ്വാസം ഈ ഡൗൺ സിറ്റുവേഷൻസിലൊക്കെ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അപ്സ് ഉണ്ടാവുമ്പോൾ അത് നമ്മളെ നല്ല രീതിയിൽ അത് ഉൾക്കൊണ്ട് വീണ്ടും കുറച്ചുകൂടെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകാനുമൊക്കെ പ്രചോദനം ഉണ്ടാക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ദൈവവിശ്വാസം. ആൻഡ് ഭക്ഷണം, ഫിസിക്കലി നമുക്ക് ഫുഡും ഭക്ഷണവും വെള്ളവും വേണ്ട പോലെ തന്നെ ഒരു സ്പിരിച്വാലിറ്റി ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഹെൽത്തിന് സ്പിരിച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് സ്പിരിച്വാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ടു ബി ഗുഡ് സിറ്റിസൺസ്, ടു ബി ഗുഡ് ഹ്യൂമൻ ബീയിങ്സ്, നല്ല മനുഷ്യരാകാൻ. അതെ, സ്പിരിച്വാലിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും ഒരു ഹോസ്പിറ്റലിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ മനസ്സിൽ ഒരു ICUവിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. അതിലൂടെ പലർക്കും അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ദൈവത്തെ കാണാൻ സാധിക്കുമെന്ന് ഉറപ്പ് എനിക്കുണ്ട്. സോ താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. എനിക്കറിയാം ടൈറ്റ് ഷെഡ്യൂളായിരുന്നു അല്ലേ? ആ ടൈറ്റ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് മനസ്സ് പാകപ്പെടുത്തി എത്രയും നേരം ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് ഡോക്ടറിനും ഫാമിലിക്കും ഒരുപാട് നന്ദിയുണ്ട്.